ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്നല്ലേ, നമുക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യേണ്ട സാധനം എന്താ ഇവിടെ കിടപ്പാണ്. ഈ കപ്പേനെ ഒന്ന് പറിച്ചെടുത്തിട്ട് വേണം നമുക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ. ഇവിടെ ബെറയിലിൽ ആക്ച്വലി ഉണ്ടല്ലോ കപ്പയൊന്നും കിട്ടാനില്ലേ. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കമ്പാണ്. ഒരു 6 കമ്പ് വെച്ചായിരുന്നു, അതിലാകെ 2 എണ്ണമാണ് ഇവിടെ പിടിച്ചത്. ഇത് കാണുമ്പോൾ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. ഇത് എവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട്. നമുക്ക് പൊരിച്ചെടുത്ത് നോക്കണം എത്രത്തോളം ഉണ്ട്. ആദ്യം നമുക്കിങ്ങനെ മണ്ണൊന്ന് മാറ്റണം മേലിട്ട്. വാ സാനു വാ. കാന്താരി മുളകിൻ്റെ ചമ്മന്തി ഇല്ലാതെ കപ്പ എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കാന്താരി മുളകുണ്ട്, അധികമൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാനുള്ളത് കിട്ടും. അപ്പം നമ്മുടെ പറിച്ചെടുത്ത കപ്പ നല്ല കഴുകി വൃത്തിയാക്കി കുക്കിങ്ങിന് റെഡി ആയിട്ടിരിപ്പുണ്ട്. കപ്പന് നമുക്ക് അത്യാവശ്യം നല്ല കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റണം. കാരണം നമുക്ക് അത്യാവശ്യം നല്ല വെള്ളം ഒഴിക്കാനുള്ളതാണ് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ലോണം വെള്ളം ഒഴിക്കണം, കാരണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റി കളയാനുള്ളതാണ്. അപ്പം അത് നിറഞ്ഞ് വേവാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ വേവാൻ എന്തായാലും ഒരു മിനിമം ഒരു 15-20 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് കപ്പേൻ്റെ കൂടെ കഴിക്കാനുള്ള മീൻ കറി റെഡിയാക്കാം. നല്ല മത്തി മുളകിട്ടതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ടപ്പയെന്ന് പറഞ്ഞിട്ട് മത്തിക്കറി ഉണ്ടാക്കാം. അപ്പം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, കുറച്ച് ജീരകം ഇട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കടുകും ഉലുവയും ജീരകമൊക്കെ ഒന്ന് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം, ഒന്ന് വഴറ്റി വരുന്നത് വരെ. വലിയ ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴട്ടാം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. മീൻകറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയാത്തത്. ഈ പൊടികൾ ചേർത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അധികം നേരം നന്നായിട്ടൊന്ന് വഴട്ടെ. അപ്പോഴാണ് ആ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല മൂത്തിട്ട് അപ്പോഴാണ് നമ്മളെ മീൻകറിക്ക് ഒരു നല്ല കളറൊക്കെ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് അധികം നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ നല്ല കുറച്ചൊരു ഡാർക്ക് കളർ വരുന്ന സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായി തിളക്കുന്നതിന് ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മത്തിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് മത്തി നല്ലോണം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണ്. അപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റിച്ച മീൻകറി ആകുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സെറ്റപ്പ് മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ എന്തായെന്നൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ഇതുപോലെ ഒന്ന് സ്പൂണിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള കപ്പയാണിത്. ഒരു ഇച്ചിരി വെള്ളം അതിലിരിപ്പുണ്ട്, അത് നമുക്കൊന്ന് കപ്പ കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി നമുക്കിത് ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടിക്കുന്ന സാധനമൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പയിലോട്ട് നമ്മളൊരു കടുക് വറുക്കുന്നതിൻ്റെ കൂടെ തേങ്ങേൻ്റെയും ചെറുള്ളിൻ്റെയും കൂടെ ഒരു മിക്സർ ചേർക്കും. അതാണ് ഈ കപ്പയ്ക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്ന സാധനം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നോർമലി കടുക് വറക്കുന്നത് പോലെ വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും ഒക്കെ കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങേൻ്റെയും ചെറുള്ളിൻ്റെയും മിക്സറും കൂടെ ചേർത്ത് ഒന്ന് വഴട്ടിയിട്ട് എടുക്കണം. ഇനി ഇത് നമ്മുടെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പേൻ്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കാന്താരി ചമ്മന്തി. അതാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആവുന്നത്. കാന്താരി ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല, വളരെ എളുപ്പമാണ്. ആ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിനകത്തോട് കുറച്ച് ചെറിയുള്ളി ഇടുക, കുറച്ച് കാന്താരി മുളകിടുക, നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. കല്ലുപ്പുണ്ടെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ കുറച്ച് പൊടിയുപ്പും മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കാന്താരി ചമ്മന്തി റെഡിയാണ്.
അങ്ങനെ നമ്മുടെ കപ്പയും കാന്താരി ചമ്മന്തിയും മത്തി മുളകിട്ടതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കൂടെ നല്ല ചൂട് കട്ടൻ കാപ്പിയും ഉണ്ട്. എന്തൊക്കെ നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചൗമീനും നെയ്ച്ചോറും ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും ഒരു മലയാളിയുടെ മനസ്സ് നിറയുന്നത് നല്ല കപ്പയും മീൻകറിയും ചട്നിയും ഒക്കെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ബൈറ്റ്സിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.